بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജ് സാലിക്കീൻ എന്ന കിതാബിൻ്റെ അഅ്മാലുൽ ഖുലൂബുകൾ ക്രോഡീകരിച്ച അൽ-ഇക്സീർ എന്ന കിതാബിൻ്റെ വായനയിൽ നാം മൻസിലത്തു തൗബയുടെ മൻസിലത്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദർസിൽ നാം ആരംഭിച്ച ഭാഗം തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മുഅ്മിനിന് അവന് ബോധ്യപ്പെടുന്ന, അവന് മനസ്സിലാകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ്. അതിൽ ഒന്നാമത്തേത്, പാപം സംഭവിക്കുമ്പോൾ മനുഷ്യർ അവൻ്റെ ശഹ്വത്ത് പൂർത്തീകരിക്കുന്നിടത്ത് മൃഗീയമായൊരവസ്ഥയിലാകും. അത് ഓരോ മൃഗത്തിനോടും സാമ്യത തോന്നുന്ന രീതിയിൽ ആകാറുണ്ട് എന്നുള്ളത് പറഞ്ഞു. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, ഒരു മനുഷ്യൻ്റെ മേൽ പാപം വിധിക്കുന്ന കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഹിക്മത്ത് എന്താണ് എന്ന് അവന് ബോധ്യപ്പെടാൻ സാധിക്കും. മൂന്നാമത്തേത്, മഷ്ഹദു തൗഹീദ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സൃഷ്ടിപ്പിലും അധികാരത്തിലും എത്രത്തോളം അള്ളാഹു ഏകനാണ് എന്നുള്ള കാര്യം, തൗഹീദിൻ്റെ മഷ്ഹദ് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നാലാമത്തേത്, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, മഷ്ഹദു തൗഫീഖ് വൽ ഖിദ്ലാൻ, തൗഫീഖിൻ്റെയും ഖിദ്ലാനിൻ്റെയും കാര്യങ്ങൾ അനുബോധ്യപ്പെടും. തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശദീകരിക്കുന്നുണ്ട്, അള്ളാഹു നമുക്കെല്ലാത്തിനും തൗഫീഖ് നൽകുക എന്ന് പറയുമല്ലോ. അള്ളാഹു കൈവിടാതെ ഒപ്പം നിൽക്കുക, ഹൈറുകൾക്ക് അവസരം നൽകുക എന്നീ നിലക്കുള്ളത്. ഖിദ്ലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ തന്നെ ആക്കി തീർക്കേണ്ടി വരുന്ന അവസ്ഥയ്ക്കാണ് ഖിദ്ലാൻ എന്ന് പറയുന്നത്. مشهد التوفيق والخذلان. وقد أجمع العارفون بالله أن التوفيق هو أن لا يكلك الله إلى نفسك. ആരിഫീങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, അറിഞ്ഞിട്ടുള്ള ആളുകൾ, അവർ ഇജ്മാഅോടുകൂടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാ യക്ലക അല്ലാഹു ഇലാ നഫ്സിക്, അള്ളാഹു നിൻ്റെ സ്വന്തത്തിലേക്ക് നിന്നെ ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് തൗഫീഖ്. അഥവാ ഒരു കാര്യം നന്മ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ഇതാക്കിയാൽ തന്നെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ദോഷം തടയണമെങ്കിൽ നമ്മൾ പരിശ്രമിച്ചാലേ നടക്കുകയുള്ളൂ. ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൈവിടാതെ, സ്വന്തത്തിലേക്ക് വിടാതെ അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള അവസ്ഥ, അതിനാണ് അൻ യുഖല്ലിയ ബൈനക വബൈനഹ വൽ ഖിദ്ലാനു അൻ യുഖല്ലിയ ബൈനക വബൈനഹ. ഖിദ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ വിട്ടേക്കും, നമ്മുടെ കാര്യം നമ്മളിലേക്ക് തന്നെ അള്ളാഹു തആല വിട്ടേക്കും. ഫൽ അബീദു മുതഖല്ലിബൂന ബൈന തൗഫീഖിഹി വ ഖിദ്ലാനിഹി, ഒരു അടിമ എപ്പോഴും അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെയും അള്ളാഹു കൈവിടുന്നതിൻ്റെയും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. അഥവാ ഒരടിമയ്ക്ക് അള്ളാഹു തൗഫീഖ് നൽകുന്ന സമയങ്ങളുണ്ടാകും, ഒരടിമയ്ക്ക് അള്ളാഹു കൈവിടുന്ന സമയമുണ്ടാകും. അത് അടിമയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അള്ളാഹു തആല തിരഞ്ഞെടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മാറുന്നതാണ്. ബലിൽ അബ്ദു ഫിസ്സാഅത്തിൽ വാഹിദ യനാലു നസീബഹു മിൻ ഹാദാ വഹാദാ. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഒരു അടിമ ഒരേ സമയത്ത് തന്നെ ഈ രണ്ടു അവസ്ഥയുണ്ടാകുന്ന ഘട്ടങ്ങളുണ്ടാവും. അതായത് ഒരു സമയത്ത് തന്നെ, ഇപ്പോൾ കുറച്ചു നേരം നല്ല തൗഫീഖ് ലഭിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പാപം സംഭവിക്കുന്ന, അങ്ങനെ സംഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അത് ഒരേ സമയം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്ന അവസ്ഥയിലും വരെ ഉണ്ടാവാറുണ്ട്. ഫയുതീഉഹു വയുർദീഹി വയദ്കുറുഹു വയശ്കുറുഹു ബിതൗഫീഖിഹി ലഹു. ഒരടിമ എന്തു ചെയ്യും? അവൻ അള്ളാഹുവിനെ അനുസരിക്കും, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യും, അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന് നന്ദി കാണിക്കും, അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് കാരണത്താൽ. ثم يعصيه ويخالفه ويسخطه ويغفل عنه بخذلانه. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം, അവൻ അള്ളാഹുവിനെ ധിക്കരിക്കുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അശ്രദ്ധനാകുന്നു. അത് അള്ളാഹു ഖിദ്ലാൻ കൊണ്ടാണ്, അള്ളാഹു അവനുണ്ടാക്കിയ ഖിദ്ലാൻ, അഥവാ അള്ളാഹു അവനെ കൈവിട്ടുകൊണ്ട് അവന് സംഭവിക്കുന്ന കാര്യമാണത്.
ഫഹുവ ദാഇറുൻ ബൈന തൗഫീഖിഹി വഖിദ്ലാനിഹി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെയും അള്ളാഹു കൈവിടുന്നതിൻ്റെയും ചുറ്റിക്കളഞ്ഞുകൊണ്ടിരിക്കും. അഥവാ അവന് ഇടയ്ക്കൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുന്ന അവസ്ഥയുണ്ടാവും, ഇടയ്ക്ക് അള്ളാഹു കൈവിടുന്ന അവസ്ഥയും അവനുണ്ടാകും. ഫൈൻ വഫഖഹു ഫബിഫദ്ലിഹി വറഹ്മതിഹി വൈൻ ഖദലഹു ഫബിഅദ്ലിഹി വഹിക്മതിഹി. ഫൈൻ വഫഖഹു, അള്ളാഹു തൗഫീഖ് നൽകുന്നുണ്ട് എങ്കിൽ ഫബിഫദ്ലിഹി വറഹ്മതിഹി, അത് അള്ളാഹുവിൻ്റെ ഫദ്ലും റഹ്മത്തുമാണ്. അതായത് അള്ളാഹു ഒരാൾക്ക് എന്തിനെങ്കിലും തൗഫീഖ് നൽകുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് നൽകുന്ന ഔദാര്യമാണ്. അല്ലാതെ അവനതിന് യോഗ്യനായിട്ടോ അല്ലെങ്കിൽ അവൻ അർഹനായിട്ടോ അല്ലെങ്കിൽ അവൻ അവകാശിയായിട്ടോ ഒന്നുമല്ല, അള്ളാഹു നൽകുന്ന ഔദാര്യം കാരുണ്യവുമാണ്. വൈൻ ഖദലഹു ഫബിഅദ്ലിഹി വഹിക്മതിഹി, അള്ളാഹു തആല ഒരാളെ കൈവിടുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ദുൽമോ അന്യായമോ അല്ല, കൃത്യമായ നീതിയോടുകൂടി അതിന് പിന്നിൽ കൃത്യമായൊരു ഹിക്മത്തോടുകൂടി അവനതിന് അർഹനായതുകൊണ്ട് മാത്രമാണ്. വഹുവൽ മഹ്മൂദ് അല ഹാദാ വഹാദാ. തൗഫീഖ് കൊണ്ടാണെങ്കിലും ഒരു അടിമയ്ക്ക് തൗഫീഖ് ലഭിച്ച അവസ്ഥയിലാണെങ്കിലും അടിമാനെ കൈവിട്ട അവസ്ഥയിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിലും മഹ്മൂദാണ്, സ്തുതിക്കപ്പെടുന്ന സുത്യർഹനായിട്ടുള്ള ആളാണ്. അള്ളാഹു ഒരിക്കലും അതിൻ്റെ മേലിൽ ഒരു ആക്ഷേപിക്കപ്പെടുന്നവനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലക്കും ആവില്ല. ലഹു അറ്റമ്മു ഹംദിൻ വ അക്മലുഹു, അള്ളാഹുവിനാണ് ഏറ്റവും പരിപൂർണമായ ഹംദും അതുപോലെ തന്നെ അതിൻ്റെ പൂർത്തീകരണവുമുള്ളത്. വലം യംന അൽ അബ്ദ ഷൈഅൻ ഹുവ ലഹു, അള്ളാഹു ഒരിക്കലും അടിമക്ക് എന്തായാലും ഉണ്ടായിരിക്കണം, അടിമയുടെ അവകാശമാണ് അത് എന്നുള്ള നിലക്കുള്ള ഒരു കാര്യമല്ല അള്ളാഹു തടയുന്നത്. തൗഫീഖാവട്ടെ എന്തോ ആവട്ടെ, അള്ളാഹു തടയുന്നത് അവൻ എന്തായാലും അടിമ എന്തായാലും അതിന് അർഹനാണ്, അത് എനിക്ക് കിട്ടിയേ തീരൂ എന്ന് പറയുന്നൊരു കാര്യമില്ല. വഇന്നമാ മനഅഹു മാ ഹുവ മുജറദു ഫദ്ലിഹി വഅതാഇഹി, അള്ളാഹു അടിമക്കൊരു കാര്യം തടയുന്നുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഔദാര്യവും പിന്നെ അള്ളാഹു നൽകുന്നതും മാത്രമാണ്. അതായത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് ഒരടിമയ്ക്ക് നൽകണോ വേണ്ടയോ എന്നുള്ളത്. വഹുവ അലമു ഹൈസു യളഉഹു വഅൈന യജ്അലുഹു, അള്ളാഹുവിനറിയാം, അള്ളാഹുവാണ് ഏറ്റവും അറിവുള്ളവൻ, അവൻ്റെ ഫദ്ലും അതാവും ഔദാര്യവുമെല്ലാം എവിടെയാണ് നൽകേണ്ടത് എവിടെയാണ് വെക്കേണ്ടത് എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ ഒരടിമ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അവന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ ഈ പാപം ചെയ്തത് അല്ലെങ്കിൽ ആ പാപം എന്നിൽ സംഭവിച്ചത് അതെനിക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള ആ ബോധം, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ള ബോധം. അപ്പോൾ അള്ളാഹു കൈവിട്ടാൽ എനിക്കൊരിക്കലും നന്നാകാൻ പറ്റില്ല എന്നുള്ള ബോധം അവൻ ലഭിക്കും. فمتى شهد العبد هذا المشهد وأعطاه حقه, എപ്പോഴാണോ ഈ അടിമയ്ക്ക് ഈ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ ഈ ഒരു സത്യം ബോധ്യപ്പെടുന്നത്, അതിൻ്റെ അവകാശം അല്ലെങ്കിൽ ഈ നിലക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശത്തെ വീട്ടിൽ കൊടുക്കുന്നത്, ആലിമ ളറൂറതഹു വഫാഖതഹു ഇല തൗഫീഖി ഫി കുല്ലി നഫസിൻ, അവന് ബോധ്യപ്പെടും ഓരോ ശ്വാസത്തിലും ഓരോ നിശ്വാസത്തിലും എത്രത്തോളം ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അതെങ്ങാനും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് എനിക്ക് സംഭവിക്കുക എന്നുള്ള ബോധം അവനുണ്ടാവും. വകുല്ലി ലഹ്വത്തിൻ വതർഫത്തി ഐനിൻ, ഓരോ നിമിഷവും ഓരോ കണ്ണിമ വെട്ടുന്ന നേരവും ഞാൻ എത്രത്തോളം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്നുള്ള ബോധം അവനുണ്ടാകും. വഅന്ന ഈമാനഹു വതൗഹീദഹു ബിയദി ഗൈരിഹി, അവൻ്റെ പിന്നെ ബോധ്യം വരും, അവൻ്റെ ആ വിശ്വാസമാവട്ടെ അവൻ്റെ തൗഹീദാവട്ടെ, അതായത് അവൻ്റെ ഈമാൻ ഉണ്ടല്ലോ, അവനുള്ള വിശ്വാസം, അവൻ്റെ ഈമാൻ, അവൻ്റെ തൗഹീദ്, അതുപോലും വേറൊരാളുടെ കയ്യിലാണ്, അഥവാ അള്ളാഹുവിൻ്റെ കയ്യിലാണെന്നുള്ള ബോധം അവനുണ്ടാവും. ചില ആളുകൾക്ക് ധാരണ ഉണ്ടാവും, ഞാൻ എൻ്റെ വിശ്വാസം എൻ്റേത്, ഇതൊക്കെ എൻ്റേതാണ്, ഇതൊക്കെ എപ്പോഴും ഞാൻ വിചാരിക്കുന്ന പോലെ ഉണ്ടാകും, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും. അപ്പോൾ അതല്ല, അള്ളാഹുവിൻ്റെ കയ്യിലാണ് എൻ്റെ ഈമാനും എല്ലാം ഉള്ളത് എന്നുള്ള ബോധം ഉണ്ടാവും. ലൗ തഖല്ല അൻഹു തർഫത്ത് ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരമെങ്കിലും അള്ളാഹു തആല അവനെ കൈവിട്ട് കഴിഞ്ഞാൽ ലസുല്ല അർഷുഹു, അവൻ്റെ അർഷ് അഥവാ അടിമയുടെ സിംഹാസനം താഴെ പതിച്ചു പോകും. വലഖറത് സമാഉ ഈമാനിഹി അലൽ അർദ്, അവൻ്റെ ഈമാനിൻ്റെ ആകാശം, അവൻ്റെ ഈമാനിൻ്റെ ആകാശം പൊട്ടിത്തകർന്ന് ഭൂമിയിലേക്ക് വീഴും. അഥവാ ഉദ്ദേശം, ചില ആളുകൾക്ക് തോന്നും കുറേ ഈ ഇൽമുണ്ടാകുമ്പോൾ ഈമാൻ ഉണ്ടാകുമ്പോൾ അമലുകൾ ചെയ്യുമ്പോൾ ഞാൻ വലിയ നിലയിലാണ്, വലിയ ഇതിലെത്തിയിട്ടുണ്ട്, വലിയ ഈമാനികമായ ഉന്നതമായ ഒരവസ്ഥയിലാണ്, അങ്ങനെയുള്ള ചിന്തയ്ക്ക് അവനുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ചിന്ത യഥാർത്ഥത്തിൽ വലിയ അപകടമാണ്. കാരണം അവൻ്റെ ഈമാനും അവന് അമല് ചെയ്യാനുള്ള തൗഫീഖും അതൊക്കെ അള്ളാഹു നൽകിയതാണ്. അള്ളാഹു കൈവിട്ട് കഴിഞ്ഞാൽ അവൻ എത്ര ഉന്നതമാണെങ്കിലും അവൻ താഴ്ന്നു വീഴുമെന്നുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകും.
ഫഹിജീറ ഖൽബിഹി വദഅബു ലിസാനിഹി, ആ ഒരവസ്ഥയിൽ അവൻ്റെ കൽബ് എപ്പോൾ അഫൻ അല്ല വന്നൽ മുംസിക ലഹു മയ്യുംസിക സമാഅ وأن الممسك له من يمسك السماء أن تقع على الأرض إلا بإذنه. അവൻ്റെ ഉള്ളിലെ അവൻ്റെ ഈമാനിൻ്റെ ആകാശം അത് താങ്ങി നിർത്തിയിരുന്നത്, യഥാർത്ഥത്തിലുള്ള ഈ ആകാശത്തെ ഭൂമിയിലേക്ക് വീഴാതെ താങ്ങി നിർത്തിയിരുന്ന അള്ളാഹു ആണ് എന്നുള്ള ബോധം അവൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ആകുമ്പോൾ, അഥവാ എൻ്റെ ഈമാനാവട്ടെ, ഞാൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാവട്ടെ, എൻ്റെ എല്ലാം പൂർണ്ണമായിട്ടുള്ള കാര്യം അള്ളാഹുവിൻ്റെ കയ്യിലാണെന്ന് ബോധ്യം വരുമ്പോൾ ഫഹിജീറ ഖൽബിഹി ഫദഅബു ലിസാനിഹി, അങ്ങനെ അവൻ്റെ കൽബ് എപ്പോഴും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന, അവൻ്റെ നാവിൻ്റെ ഒരു ശീലമായി തീരുന്ന വാക്ക് പിന്നെന്തായിരിക്കും? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ കൽബിനെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. ഒരിക്കലും അവന് ഉജുബുണ്ടാവില്ല. ഞാൻ നല്ലൊരാളാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണ്, ഞാൻ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, ഞാൻ ഒരിക്കലും വഴികേടിലൊന്നും ആവൂല, ഞാൻ എല്ലാ രീതിയിലും അള്ളാഹിൻ്റെ അടുക്കൽ ഉന്നത സ്ഥാനമുള്ളവനാണ് എന്നുള്ള ആ ചിന്ത മാറിയിട്ട് അവൻ ആ ഈമാൻ ഉറപ്പിച്ചു നിർത്താൻ അള്ളാഹുവിനോട് എപ്പോഴും ആവശ്യപ്പെടുന്ന അവസ്ഥയിൽ പറയുന്ന ആളായിത്തീരും. അവൻ എപ്പോഴും പറയും, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, നിൻ്റെ ദീനിൽ എൻ്റെ കൽബിനെ ഉറപ്പിച്ചു നിർത്തണമേ. അതേപോലെ വയാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ത്വാഅതിക്, കൽബുകളെ മാറ്റിമറിക്കുന്നവൻ്റെ എൻ്റെ കൽബിനെ നിൻ്റെ അനുസരണത്തിലേക്ക് നീ മാറ്റണമേ എന്നുള്ളത്. വദഅവാഹു, അവൻ്റെ തേട്ടമായിരിക്കും യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിക്കുന്നവനെ, എല്ലാം നിയന്ത്രിക്കുന്നവനെ. യാ ഹയ്യു യാ ഖയ്യൂം എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മഹത്തായിട്ടുള്ള നാമമാണ്. ചില പണ്ഡിതന്മാർ അതിസ്മുല്ലാഹിൽ അഅലമാണ് എന്ന് വരെ പറഞ്ഞത് കാണാം. യാ ബദീഅസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനെ. യാ ദൽ ജലാലി വൽ ഇക്റാം, എല്ലാവിധ മഹത്വവും എല്ലാവിധ ആദരവുമുള്ളവനെ. യാ ദൽ ജലാലി വൽ ഇക്റാമും ഇസ്മുല്ലാഹിൽ അഅലമാണ് എന്ന് അഭിപ്രായപ്പെട്ട ഉലമാക്കളുണ്ട്. പോരാത്തതിന് ഹദീസിൽ അലുബൂ ബി യാ ദൽ ജലാലി വൽ ഇക്റാം, യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ ധാരാളം ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. ലാ ഇലാഹ ഇല്ലാ അൻത്, നീയല്ലാതെ ഒരു ഇലാഹില്ല, തൗഹീദിനെ വസീലയാക്കുകയാണ്. ബിറഹ്മതിക അസ്തഗീസ്, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു, അഥവാ ആ കാരുണ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ സിഫത്തിനെ കൊണ്ട് വസീലയാക്കുകയാണ്. അസ്ലിഹ് ലി ശഅനി കുല്ലഹു, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. വലാ തക്കിൽനി ഇലാ നഫ്സി ത്വർഫത ഐനിൻ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എന്നെ നീ എന്നിലേക്ക് വിട്ടേക്കരുതേ. വലാ ഇലാ അഹദിൻ മിൻ ഖൽഖിക്, ഒരു സൃഷ്ടിയിലേക്കും നീ എന്നെ വിട്ടേക്കരുതേ, ഈ ഒരു ഹദീസ് മൗഖൂഫായ നിലക്കും ചില മർഫൂആയ നിലക്കും സഹാബികളിൽ നിന്നെല്ലാം ഉദ്ധരിക്കപ്പെട്ടിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും ദുആഇൻ്റെ ബാബാണ്, നല്ല ലഫ്ളുകളാണ്, ഈ വാക്കുകളൊക്കെ പല ഹദീസുകളും വന്നിട്ടുള്ളതാണ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ എന്നുള്ള ഭാഗം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് പ്രത്യേകം, നിനക്ക് എന്താണ് തടസ്സം, രാവിലെയും വൈകുന്നേരവും ഈ വാക്ക് പറയാൻ എന്താണ് തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം രാവിലെയും വൈകുന്നേരത്തെയും അദ്കാറിൽ പറയാൻ വേണ്ടി പഠിപ്പിച്ച ഭാഗമാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലി ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി ത്വർഫത ഐൻ. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, എന്തൊക്കെ ചെയ്താലും, എത്ര വലിയ മഹത്തരമായിട്ടുള്ള നന്മകൾ ചെയ്താലും അവൻ്റെ മനസ്സിൽ ഭയമുണ്ടാകും. എനിക്കിത് ഇനി ചെയ്യാൻ സാധിക്കാതെ വരുമോ, അല്ലെങ്കിൽ അള്ളാഹു എൻ്റെ ഈ ഹിദായത്ത് എടുത്തു കളയുന്നൊരവസ്ഥയുണ്ടാകുമോ, എൻ്റെ കൽബിനെ തെറ്റിക്കുന്നൊരവസ്ഥയുണ്ടാകും, പേടിയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഉജുബും കിബറും ദീനിൻ്റെ വിഷയത്തിൽ അവന് വന്നു ചേരാത്ത അവസ്ഥയുണ്ടാകും. അധികം ആളുകൾക്കും, മനുഷ്യർക്ക് അധിക പേർക്കും ദീനുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ബാധിക്കുന്ന ഏറ്റവും വലിയ അപകടമാണ്. അവർ ദീനിൽ സുരക്ഷിതരാണ്. പല ആളുകളും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൗഹീദുണ്ട്, സുന്നത്തുണ്ട്, സലഫി മൻഹജിലാണ്, ഇനി ഇതിനേക്കാൾ വലിയൊരു ഹക്കില്ല, ഇനി മരിച്ചാൽ മതി സ്വർഗം കിട്ടാൻ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് ജീവിക്കുകയാണ് എന്ന നിലക്ക് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു, അതിലൊരു സംശയമില്ല. പക്ഷേ അത് ഉറപ്പിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിൽ ഉജുബ് സംഭവിക്കുന്ന, അതിലൂടെ കിബർ സംഭവിക്കുന്ന
അങ്ങനെ പിശാചിൻ്റെ ഗുറൂറിൽ അകപ്പെടുന്ന, വഞ്ചനയിൽ കബളിപ്പിക്കലിൽ അകപ്പെട്ടുകൊണ്ട് അവൻ്റെ ഉള്ളിൽ നിഫാഖും കദിബും എന്നും കയറുന്നത് അറിയാത്തൊരവസ്ഥ നമുക്കുണ്ടാവരുത്. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് പോലെ തന്നെ എന്തും വേണം, ദീനിയായ കാര്യങ്ങളിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. എന്നിട്ട് പറയാണ്, والتوفيق إرادة الله من نفسه أن يفعل بعبده ما يصلح به العبد. തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാദത്തുള്ള, അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. മിൻ നഫ്സി, അള്ളാഹുവിൽ നിന്നുള്ള, അള്ളാഹുവിൻ്റെ സ്വന്തത്തിൽ നിന്നുള്ള അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അൻ യഫ്അല ബിഅബ്ദിഹി മാ യസ്ലുഹു ബിഹിൽ അബ്ദ്, ഒരടിമയെ കൊണ്ട് ആ അടിമയ്ക്ക് യോജിച്ച ഉപകാരമുള്ള നന്മയായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളത്. ബി അൻ യജ്അലഹു ഖാദിറൻ അലാ ഫിഅലി മാ യുർദീഹ്, അവന് തൗഫീഖ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമയ്ക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവ് നൽകും. ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, ആരോഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ രാത്രി നിസ്കരിക്കാത്തത്, ആരോഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കില്ല നമ്മൾ സുന്നത്തായ നോമ്പ് നോൽക്കാത്തത്, സമ്പത്തില്ലാത്തതുകൊണ്ടായിരിക്കില്ല നമ്മൾ സദക്ക കൊടുക്കാത്തത്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ബാബിലു സയ്യിബിലെല്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതുപോലും ചില ആളുകൾക്ക് തടയപ്പെടും തൗഫീഖ് ഇല്ലാത്തതുകൊണ്ട്. ദിക്ർ ചെയ്യാൻ അവൻ്റെ നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൽബ് കൊണ്ടോ വരെ ദിക്ർ ചെയ്ത് ഇരിക്കാൻ പറ്റും ഒരാൾക്ക്, പക്ഷെ അതിൽ വരെ തൗഫീഖ് ലഭിക്കാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും, ആരോഗ്യം ഉണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും ബാക്കിയൊക്കെ ഉണ്ടായിട്ടും ചിലപ്പോൾ അള്ളാഹുവിനനുസരിക്കാൻ തൃപ്തിപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ വരും. അത് തൗഫീഖ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യം ചെയ്യാനുള്ള തൗഫീഖ്, അതിനുള്ള കഴിവ് അള്ളാഹുവിന് കൊടുക്കും. തൗഫീഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം, മുരീദൻ ലഹു, അള്ളാഹുവിനെ അനുസരിക്കുന്ന പിൻപറ്റുന്ന ഒരവസ്ഥയിൽ, മുഹിബ്ബൻ ലഹു, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാക്കി കൊടുക്കും, മുഅ്സിറൻ ലഹു അലാ ഗൈരിഹി, മറ്റെന്തിനേക്കാളും മറ്റാരേക്കാളും അള്ളാഹുവിന് സ്ഥാനം കൊടുക്കാൻ, അള്ളാഹുവിന് പ്രാധാന്യം കൊടുക്കാൻ അവന് സാധിക്കും. വയുബഗിദു ഇലൈഹി മാ യുസ്ഖിതുഹു, അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യങ്ങൾ അവനിലും അള്ളാഹു തആല വെറുപ്പുള്ളതാക്കി തീർക്കും. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം അവനും വെറുപ്പുണ്ടാകും. യുകരിഹു ഇലൈഹി, അള്ളാഹുവിന് അത് വെറുപ്പ്, അവന് അതിനോട് താല്പര്യമില്ലാത്ത വെറുപ്പും ദേഷ്യവും ഉണ്ടായി കൊടുക്കും. അള്ളാഹുവിന് വെറുപ്പും ദേഷ്യമുള്ള കാര്യത്തിന് അവനോട് അങ്ങനെ ആയി കൊടുക്കും. വഹാദ മുജറദു ഫിഅലിഹി, ഇത് അള്ളാഹുവിൻ്റെ ഫിഅലാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഫിഅലാണ്, അള്ളാഹു പ്രവർത്തിക്കുന്നതാണ്. വൽ അബ്ദു മഹല്ലുൻ ലഹു, അടിമ എന്നുള്ളത് ആ പ്രവർത്തനം നടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അടിമയുടെ മേലെ അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ഇറാദത്താണ് തൗഫീഖ് എന്ന് പറയുന്നത്. ഖാല തആല, അള്ളാഹു തആല പറഞ്ഞില്ലേ സൂറത്തുൽ ഹുജറാത്തിലെ 7-8 ആയത്തുകളിൽ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് ഈമാൻ ഇഷ്ടമുള്ളതാക്കി തന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ കൽബിൽ അത് അലങ്കാരമാക്കി തന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ, നിങ്ങളുടെ കൽബിൽ നിങ്ങൾക്ക് കുഫറിനോട്, നിഷേധത്തോട്, ഫുസൂഖിനോട്, ഇസ്യാനോട്, തെമ്മാടിത്തരത്തിനോട്, അനുസരണത്തിനോട് വെറുപ്പുണ്ടാക്കി തന്നത് അള്ളാഹുവാണ്. നിങ്ങളുടെ കഴിവല്ല, നിങ്ങളുടെ യോഗ്യതയല്ല. നിങ്ങൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചുകൊണ്ടോ, ഇന്ന വാപ്പാൻ്റെ ഇമ്മാൻ്റെ മകനായി ജനിച്ചുകൊണ്ടോ, ഇന്ന നാട്ടുകാരനായതുകൊണ്ടോ കിട്ടിയ ഒരവസ്ഥയല്ല, അത് അള്ളാഹു നൽകിയതാണ്. ഈമാനും കുഫറിനോടൊക്കെ ഉള്ള വെറുപ്പും. ഉലായിക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. ഫദ്ലൻ മിനല്ലാഹി വനിഅ്മ വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും അനുഗ്രഹവുമാണിത് എന്ന് പറയുകയാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, അപ്പോൾ ഈ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, തൗഫീഖ് നൽകുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹു തആല അടിമയിൽ കാണുന്ന ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ഫദ്ലായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്തായിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ആളുകൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനുസരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കാനുമുള്ള അവസരം നൽകും. ഖിദ്ലാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിലേക്ക് അവൻ്റെ കാര്യം വിട്ടുതരും. അള്ളാഹു നമ്മുടെ സ്വന്തത്തിലേക്ക് നമ്മുടെ കാര്യം അള്ളാഹു വിട്ട് കഴിഞ്ഞാൽ നമ്മളെക്കാൾ വലിയ അക്രമിയായിട്ടുള്ള ആളുകൾ ഉണ്ടാവുകയില്ല. അപ്പോൾ അതാണ് തൗഫീഖും ഖിദ്ലാനും. അപ്പോൾ പാപം ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഒരാൾക്ക് ഈ കാര്യം ബോധ്യപ്പെടും. എന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു, വഖദ് ദുരിബ ലിത്തൗഫീഖി വൽ ഖിദ്ലാനി മസലുൻ, അള്ളാഹു തആല ഈ തൗഫീഖിനും ഖിദ്ലാനും, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഒരു ഉപമ ഇതിന് പരാമർശിക്കപ്പെടാറുണ്ട്. തൗഫീഖിനും ഖിദ്ലാനിനും, തൗഫീഖ് നൽകപ്പെട്ടു അല്ലെങ്കിൽ കൈവിടപ്പെട്ടു എന്നുള്ളതിന്. മലിക്കുൻ അർസല ഇലാ അഹ്ലി ബൽദത്തിൻ മിൻ ബിലാദിഹി റസൂലൻ, ഒരു രാജാവ്, ആ രാജാവിൻ്റെ കീഴിൽ ഒരുപാട് നാടുകളുണ്ട്. ആ നാട്ടിലേക്ക് ഒരു രാജാവ് ഒരു ദൂതനെ അയക്കുകയാണ്.
വകാതബ മഅഹു കിതാബൻ, ആ ദൂതൻ്റെ അടുക്കൽ ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. യുഅലിമുഹും അന്നൽ അദുവ മുസബ്ബിഹും അൻ ഖരീബിൻ വമുജ്താഹുഹും, അവരെ അറിയിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ശത്രു വൈകാതെ തന്നെ നിങ്ങളുടെ അടുക്കലേക്ക് എത്തും, നിങ്ങളുടെ അടുക്കൽ വരും. വമുജ്താഹും, നിങ്ങളെ നശിപ്പിക്കുന്ന, നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയുണ്ടാകും. വമുഖരിബുൽ ബലദ്, അവൻ എന്തുണ്ടാക്കും, അവൻ നാടിനെ നശിപ്പിച്ചു കളയും, ഖറാബാക്കി കളയും, കേടുവരുത്തി കളയും. വമുഹ്ലിക്കു മൻ ഫീഹ, അതുപോലെ തന്നെ അവൻ എന്തു ചെയ്യും, അവിടെ നാശം കൊണ്ടാകും, അവിടെ ജീവിക്കുന്ന ആളുകളെ നശിപ്പിക്കും. വാർസല ഇലൈഹിം അംവാലൻ വ മറാക്കിബ വസാദൻ വ ഉദ്ദത്തൻ വ അദില്ലത്തൻ, അങ്ങനെ ഈ ദൂതൻ്റെ അടുക്കൽ രാജാവ് എന്തുകൂടി കൊടുത്തയക്കുന്നുണ്ട്, ആ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സമ്പത്തും യാത്രാ മൃഗങ്ങളും യാത്രക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഉപകരണങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടുന്ന് പോകാൻ വേണ്ടിയിട്ട്. വക്കാല, എന്നിട്ട് ആ ദൂതനോട് പറഞ്ഞിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്, ഇർതഹിലു ഇലയ്യ മഅഹ ഉലാ ഇൽ അദില്ല, എന്നിട്ട് ആ ദൂതൻ ഈ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്ക് കൊടുത്തു, ദൂതനെ അയച്ചു. എന്നിട്ട് ആ നാട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ കൊടുത്തു, അവരാവശ്യമായിട്ടുള്ള സമ്പത്തും യാത്ര പോകാനുള്ള സാധനവും വിഭവങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ ദൂതനെ കൊണ്ട് അറിയിച്ചു, നിങ്ങൾ രാജാവ് പറയാണ് എൻ്റെ അടുത്തേക്ക് നിങ്ങൾ പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വന്നോളിയും, എൻ്റെ അടുത്തേക്ക് പോന്നോളിയും എന്ന് പറഞ്ഞു. വഖദ് അർസൽതു ഇലൈക്കും ജമീഅ മാ തഹ്താജൂന ഇലൈഹി, ഇതാ എൻ്റെ അടുക്കലേക്ക് വരാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്കിതാ കൊടുത്തയച്ചിട്ടുണ്ട്. സുമ്മ ഖാല ലി ജമാഅത്തി മിൻ മമാലികിഹി, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഉണ്ടായത്, ഒരു രാജാവ് ഒരു ഉപമ പറയാണ്, ഒരു രാജാവ് അവിടെ നാട്ടിലേക്ക് ഒരു ദൂതനെ അയച്ചു, ആ ദൂതൻ്റെ ഒരു എഴുത്ത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളിലേക്ക് ശത്രു വരുന്നുണ്ട്, വൈകാതെ വരും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരണം, നിങ്ങൾക്ക് വരാൻ ആവശ്യമായിട്ടുള്ള സമ്പത്തും യാത്രാ സാമഗ്രികളും വാഹനങ്ങളും ഇതൊക്കെ ഞാൻ നൽകുന്നുണ്ട്, നിങ്ങൾ വേഗം പോരണം എന്ന് പറഞ്ഞു. അതിന് ശേഷം ഈ രാജാവ് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാജാവ് കുറച്ച് പണിക്കാരെ, രാജാവിൻ്റെ കീഴിൽ വേറെ കുറച്ച് പണിക്കാരോട് പറഞ്ഞു, ഇദ്ഹബു ഇലാ ഫുലാൻ, ആ നാട്ടിലുള്ള ഇന്ന ആളുടെ അടുത്ത് പോകണം, ഫഖുദൂ ബിയദിഹി വഹ്മിലൂഹു, അവനെ കയ്യോടെ പിടിച്ച് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. വലാ തദറൂഹു യഖഉദ്, അവനവിടെ ഇരിക്കാൻ വേണ്ടി വിടരുത്. അതായത് ആ നാട്ടിലുള്ള ആൾക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ചില പണിക്കാരെ വിട്ടിട്ട് പ്രത്യേകം ഇന്ന ആളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറയും. വൈദ്ഹബു ഇലാ ഫുലാൻ കദാലിക് വൈലാ ഫുലാൻ, അങ്ങനെ ചില ആളുകളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് ആ യജമാനൻ അല്ലെങ്കിൽ രാജാവ് പറഞ്ഞു, അവനെ എന്തായാലും പിടിച്ചുകൊണ്ട് വരണം, അവനവിടെ വെറുതെ ഇരുത്തരുത്, അവനെ ഇതാക്കരുത്, അവനെന്തായാലും കൂട്ടിക്കൊണ്ട് വരണം പറഞ്ഞു. വദറൂമൻ അദാഹും, ബാക്കിയുള്ള ആളുകളെ നിങ്ങൾ വിട്ടേക്ക്, അവർ വേണമെങ്കിൽ വന്നാൽ മതി, അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ വന്നാൽ മതി. ഫൈന്നഹും ലാ യസ്ലുഹൂന യുസാകിനൂനി ഫീ ബലദി, അവൻ എൻ്റെ കൂടെ, ആ ആളുകൾ മറ്റുള്ള ആളുകൾ എൻ്റെ കൂടെ എൻ്റെ അടുക്കൽ പിന്നെ ഒപ്പം ജീവിക്കാൻ അത്ര യോഗ്യരായിട്ടുള്ള ആളുകളൊന്നുമല്ല. ഫദഹബ ഖവാസുൽ മലിക് ഇലാ മൻ ഉമിറൂ ബിഹംലിഹിം, അങ്ങനെ ഈ രാജാവിൻ്റെ ആളുകൾ എന്തു ചെയ്തു, ആരെയാണോ കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചത് ആ ആളുകളെ കൂട്ടാൻ വേണ്ടി പോയി, അവരെ ഏറ്റിക്കൊണ്ടുവന്നു, അവരെ കൂടെ കൂട്ടിക്കൊണ്ടുവന്നു. ഫലം യത്രുകൂഹും യഖറൂൻ, അവിടെ താമസിക്കാൻ, അവിടെ വെറുതെ ഇരിക്കാൻ വിട്ടില്ല, അവരെ കൂട്ടിക്കൊണ്ടുവന്നു. ബൽ ഹമലൂഹും ഹംലൻ, അവരെ ഏറ്റിക്കൊണ്ടുവന്നു. വസാഖൂഹും സൗഖൻ ഇൽ മലിക്, അങ്ങനെ രാജാവിൻ്റെ അടുക്കിലേക്ക് അവരെ എത്തിക്കുകയും ചെയ്തു. ഫജ്താഹൽ അദുവു മൻ ബഖിയ ഫിൽ മദീനത്തി വഖതലഹും, ശത്രു വന്നിട്ട് അവിടുന്ന് പോരാത്ത ബാക്കിയുള്ള ആളുകളെ ശത്രു നശിപ്പിക്കുകയും പിടികൂടുകയും അവരെ വധിക്കുകയും വാസറമൻ അസറ, ബന്ധിതരാക്കിയവരെ കുറേ ബന്ധിതരാക്കുകയും ചെയ്തു. ഫഹൽ യുഅദ്ദുൽ മാലികു ബാലിമൻ ലിഹാഉലായി അം ആദിലൻ ഫീഹിം, ഇവിടെ ഈ രാജാവിനെ ആ ആളുകളെ വെച്ച് നോക്കുമ്പോൾ അവരോട് ദുൽമു ചെയ്തവനായിട്ടാണോ അതോ നീതി കാണിച്ചവനായിട്ടാണോ പരിഗണിക്കുക? അതായത് ആ നാട്ടിലെ ആളുകൾക്ക് ശത്രു വരുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തു, അവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വസ്തുക്കളും, ആളുകളെ സമ്പത്തും വാഹനാമൃഗവും ഒക്കെ കൊടുത്തു, എന്നിട്ട് പോരാൻ പറഞ്ഞു. അതായത് ചില ആളുകളെ രാജാവ് എന്തു പറഞ്ഞു, ഓൻ എന്തായാലും കൂട്ടി വരണം, ഓൻ അവിടെ വിടുകയും ചെയ്യരുത്, അവൻ എന്തായാലും എൻ്റെ അടുത്ത് കൊണ്ടുവരണം പറഞ്ഞിട്ട് ചില ആളുകൾക്ക് പ്രത്യേകം കൂട്ടിക്കൊണ്ടുവരാനും കൊടുത്തു. അപ്പം അങ്ങനെ ചെയ്താൽ ഈ ആളുകളോട് ദുൽമു ചെയ്ത ആളാണോ അതിൽ ചെയ്ത ആളാണോ? സംശയമില്ല. നഅം ഖസ്സ ഉലൈക ബിഇഹ്സാനിഹി വഇനായതിഹി,
അതിൽ ചില ആളുകൾക്ക് ആ രാജാവ് കുറച്ച് പ്രത്യേകമായിട്ട് നൽകിയെന്നുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് നൽകിയില്ല. വഹറ മഹാമൻ അദാഹും, ബാക്കിയുള്ളവർക്ക് അത് കൊടുത്തില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വകുപ്പും അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൽ തജിബു അലൈഹി തസ്വിയത്തു ബൈനഹും ഫി ഫദ്ലിഹി വ ഇക്റാമിഹി ബൽ ദാലിക ഫദ്ലുഹു വ ഇക്റാമുഹു യുഅ്തിഹി മൻ യശാ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ഈ ഫദ്ല് ഒരേപോലെ ആകണം എന്നുള്ള നിലക്ക് ആയിക്കൊള്ളണമെന്നില്ല, ഒരേപോലെ ആയിക്കൊള്ളണമെന്നില്ല. അത് അല്ലാഹു തആല പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഇവിടെ ഈ രാജാവിനെ പറഞ്ഞ എന്തിനാണ്? അല്ലാഹു തആല ഭൂമിയിലുള്ള ആളുകൾക്ക് അവിടെ റസൂലുകളെ അയച്ചുകൊണ്ട് എന്താണ് ഹക്ക്, എന്താണ് ബാത്തില്, അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്, പരലോകത്തേക്ക്, സ്വർഗത്തിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ ചെയ്യണം, അതല്ല എങ്കിൽ ശത്രു വരും, പിശാച് ഇങ്ങനെയൊക്കെ വരും, ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഭൂമിയിലെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ അല്ലാഹു തആല ചില ആളുകൾക്ക്, അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം ചില തൗഫീഖ് കൊടുക്കും. അല്ലാഹു തആല അവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ രീതിയിലും തൗഫീഖ് കൊടുക്കും. അത് അള്ളാഹു എങ്ങനെ കൊടുക്കുന്നു, എന്ത് കൊടുക്കുന്നു എന്നുള്ളത് അത് അള്ളാഹു കാണിക്കുന്ന ഫദ്ലും ഇഹ്സാനും മാത്രമാണ്. അത് ഒരുപോലെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം എന്താണ്? ബൽ ദാലിക ഫദ്ലുഹു വ ഇക്റാമു യുഅ്തിഹി മൻ യശാ. അള്ളാഹു അവരുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ഫദ്ലും ആദരവുമാണത്. അത് ആ രാജാവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ ബാക്കിയുള്ളവരോട് ഒരിക്കലും അള്ളാഹു ദുൽമ ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവർക്ക് വരാനുള്ള എല്ലാ അവസരവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് തൗഫീഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അള്ളാഹു തആല ചില അടിമകളെ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും അള്ളാഹു തആല അവർക്ക് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരവും മറ്റും നൽകുകയും അങ്ങനെ അള്ളാഹു സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടുക എന്നുള്ളത്. ചില അടിമകളെ കൈവിടുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ല, പക്ഷേ അവന് പണിയെടുക്കാനുള്ള അവസരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവനായിട്ട് തന്നെ എല്ലാം ചെയ്ത് വെക്കേണ്ട ഒരവസ്ഥയാണ് ഉണ്ടാവുക. ഇതാണ് തൗഫീഖും ഖിദ്ലാനും. ഈ ഒരു കാര്യം പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഒരു അടിമയ്ക്ക് ബോധ്യപ്പെടുന്നതാണ്. അഞ്ചാമത്തെ കാര്യം മഷ്ഹദുൽ അസ്മാഇ വസ്സിഫാത്ത്. അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാകുന്നതിൻ്റെ ആ ബോധ്യപ്പെടുന്നതിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് ഈ തൗബ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള കാര്യം. ഇബ്നു ഖയ്യിം തന്നെ പറയാണ് വഹുവ മിൻ അജല്ലിൽ മശാഹിദ്. അതാണ് ഏറ്റവും വലിയ, ഈ അവന് ബോധ്യപ്പെടുന്ന, മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലുത്, ഏറ്റവും മഹത്തരമായത്. വഹുവ അഅ്ലാ മിമ്മാ ഖബ്ലഹു വഅഉസഅ. മുമ്പ് പറഞ്ഞ കാര്യങ്ങളെക്കാളെല്ലാം ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം ഇതാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. എന്താണത്? വൽമുത്ലിഉ അലാ ഹാദൽ മഷ്ഹദ്. ഈ ഒരു ബോധ്യം അഥവാ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അറിയാൻ സാധിക്കുക എന്നുള്ളൊരു ഈ അവസ്ഥ, അത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഅരിഫത്തു തഅല്ലുഖിൽ വുജൂദി ഖൽഖൻ വ അംറൻ ബിൽ അസ്മാഇൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിലൂടെ ഇവിടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള, അള്ളാഹു അധികാരപ്പെടുത്തി അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങളിൽ അസ്മാഉൽ ഹുസ്നയുമായിട്ടുള്ള ബന്ധം അവന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അള്ളാഹുവിടെ സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അത് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ നടക്കുന്നു. ഈ സൃഷ്ടിപ്പിലും ഈ തീരുമാനങ്ങൾ നടക്കുന്നതിലും അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായിട്ടുള്ള ബന്ധം അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ തൗഹീദ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, തൗഹീദിൻ്റെ അടിസ്ഥാനം ഉലൂഹിയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് അമലിയായിട്ടുള്ളതാണ്. എന്നാൽ ഇൽമിയായിട്ടതില്ലാതെ ഒരിക്കലും അമലിയായിട്ടുള്ള പരിപൂർണ്ണമാവില്ല. ഇമാം സഅദി റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തു ത്വലാഖിൻ്റെ അവസാനത്തെ ആയത്തിൽ الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما എന്നുള്ള ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഇതാണ് സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. വമാ ഖൽഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദുൻ എന്നുള്ളത് അമലിയായ തൗഹീദും ഈ ആയത്ത് ഇൽമിയായ തൗഹീദുമാണ്. ഒരാളുടെ അമൽ പരിപൂർണമാണെങ്കിൽ അവൻ്റെ ഇൽമു പരിപൂർണ്ണമാവണം. ഈ രണ്ടായത്തിൻ്റെ തഫ്സീർ കൂടി ഒരുമിച്ചിട്ടുള്ളതിൽ പറയുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം അള്ളാഹുവിനെക്കുറിച്ച് അറിയുന്ന ആൾ എത്രയാണോ അത്രത്തോളമാണ് അവൻ്റെ അമൽ നന്നാവുക. അപ്പോൾ തൗഹീദിൻ്റെ പരിപൂർണതയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനം അമലിയായ തൗഹീദിൽ നിന്നാണെങ്കിൽ അതിൻ്റെ പരിപൂർണത, അതിൻ്റെ തഹ്ഖീഖ് എന്നുള്ളത് ഇൽമിയായ തൗഹീദാണ്. അപ്പോൾ തൗഹീദുൽ അസ്മാഉ സിഫാത്ത് അറിയുക, മനസ്സിലാവുക എന്നുള്ളത് ഒരാളുടെ തൗഹീദിനെ സാക്ഷാത്കരിക്കാൻ അഭിവാജ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ആ ഒരു കാര്യം ബോധ്യപ്പെടാൻ അവന് സാധിക്കും. ബിൽ അസ്മാഇൽ ഹുസ്ന വ സിഫാത്തിൽ ഉല വർത്തിബാത്തുഹി ബിഹ. എന്താണിത് തമ്മിലുള്ള ബന്ധം?
അഥവാ അള്ളാഹു ഒരു കാര്യം സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം ഇവിടെ നടപ്പിലാകുന്നുണ്ടെങ്കിൽ, ഇവിടെ എല്ലാം അങ്ങനെയാണ് നടപ്പിലാകുന്നത്, അതും അതുപോലെ തന്നെ ഈ അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യം അവന് ബോധ്യപ്പെടും. وأن العالم بما فيه من بعض آثارها ومقتضاها. ഈ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഈ നാമഗുണ വിശേഷണങ്ങളിൽ നിന്ന് അത് നിർബന്ധമാക്കുന്ന അതിൻ്റെ അനന്തരഫലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അഥവാ ഒരു കാര്യവും അള്ളാഹുവിൻ്റെ ഏതെങ്കിലും നാമത്തിനോടോ വിശേഷണത്തിനോടോ ബന്ധമില്ലാതെ ഇവിടെ സംഭവിക്കുന്നില്ല. ഫലഹു ഫി കുല്ലി മാ ഖളാ വഖദ്ദറഹു അൽ ഹിക്മത്തുൽ ബാലിഗ. ഏതൊരു കാര്യം അള്ളാഹു തീരുമാനിക്കുന്നുണ്ട്, വിധിക്കുന്നുണ്ട് എങ്കിലും അതിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. വൽ ആയാത്തുൽ ബാഹിറ, അതിൽ അതിമഹത്തരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്. വതഅറുഫു ഇലാ ഇബാദിഹി ബി അസ്മാഇഹി വസിഫാതിഹി, ആ തീരുമാനിക്കപ്പെട്ട കാര്യത്തിലൂടെ അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നുണ്ട് അടിമകൾക്ക്, അവൻ്റെ നാമങ്ങൾ കൊണ്ടും വിശേഷണം കൊണ്ടും. അഥവാ ഏതൊരു കാര്യം അള്ളാഹു തീരുമാനിക്കുമ്പോഴും അതിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്നുണ്ട്. വസ്തിദ്ആഹു മഹബ്ബതിഹിം ലഹു, അള്ളാഹുവിനോടുള്ള ഇഷ്ടമുണ്ടാകണം എന്നതിലുള്ള തേട്ടം അവിടെയുണ്ട്. വദിക്രിഹിം ലഹു, അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കണം എന്നതിനോടുള്ള തേട്ടം. വശുക്രിഹിം ലഹു, അള്ളാഹുവിനെ നന്ദി കാണിക്കണമെന്നുള്ള ഒരു തേട്ടം. വതഅബ്ബുദിഹിം ലഹു ബി അസ്മാഇഹി അൽ ഹുസ്ന, ഈ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണമെന്നുള്ള തേട്ടമുണ്ട്. അതായത് ഒരു കാര്യം, ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതം വെച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം വിധിക്കുമ്പോൾ, ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അതിനു പിന്നിൽ അള്ളാഹു തആല ഉദ്ദേശിക്കുന്നത് നീ അള്ളാഹുവിനെ മനസ്സിലാക്കണം, നിനക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കണം? അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെയും വിശേഷങ്ങളിലൂടെയും മനസ്സിലാക്കണം. അതിലൂടെ നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അതിലൂടെ നീ അള്ളാഹുവിനെ ഓർക്കണം, അതിലൂടെ നീ അള്ളാഹുവിന് നന്ദി കാണിക്കണം, അതിലൂടെ അള്ളാഹുവിനെ നീ ആരാധിക്കണം. ഇത് അള്ളാഹു തആല ഉദ്ദേശിക്കുന്നുണ്ട്. അധിക ആളുകളും കസീറും മിനന്നാസ് ലാ യഅലമൂൻ, അധിക ആളുകൾക്കും വലാകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ, അധിക ആളുകളും മനസ്സിലാക്കുന്നില്ല. ഇത് കുല്ലു ഇസ്മിൻ ഫലഹു തഅബ്ബുദുൻ മുഖ്തസ്സും ബിഹി, ഓരോ നാമത്തിനും ആ നാമത്തിൻ്റെതായ അതുമായി പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന് കാണിക്കേണ്ട ഒരു തഅബ്ബുദുണ്ട്, ഇബാദത്തുണ്ട്, അള്ളാഹുവിനോടുള്ള ഇബാദത്തുണ്ട്. ഇൽമൻ വ മഅരിഫതൻ വ ഹാലൻ, അറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അനുഭവിച്ചുകൊണ്ടും. വാക്മലുന്നാസി ഉബൂദിയതൻ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ പരിപൂർണത നേടുന്ന ആളുകൾ. അൽ മുതഅബ്ബിദു ബി ജമീഇൽ അസ്മാഇ വസ്സിഫാത്ത് അല്ലതി യത്തലിഉ അലൈഹ അൽ ബശർ, ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തെല്ലാം നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ടോ അതിലൂടെ എല്ലാം അള്ളാഹുവിനെ ആരാധിക്കുമ്പോഴാണ് അവൻ പരിപൂർണമായി അള്ളാഹുവിനെ ആരാധിച്ച ഒരുവരായിത്തീരുന്നത്. അതായത് മനുഷ്യർക്ക് അറിയാത്ത നാമങ്ങളും വിശേഷങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. പക്ഷെ മനുഷ്യൻ്റെ മേലെ അള്ളാഹു തആല അറിയിച്ചിട്ടുള്ള എന്തെല്ലാം നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ടോ അതിലൂടെയെല്ലാം അള്ളാഹുവിനെ ആരാധിക്കുമ്പോഴാണ് ഒരുവൻ പരിപൂർണമായ ഉബൂദിയത്ത് തെളിയിച്ചവനാകുന്നത്. ഫലാ തഹ്ജുബുഹു ഉബൂദിയത്തു ഇസ്മിൻ അൻ ഉബൂദിയത്തി ഇസ്മിൻ ആഖർ, ഒരു നാമത്തിൽ അള്ളാഹുവിന് ഉബൂദിയത്ത് കാണിച്ചുകൊണ്ട് മറ്റൊരു നാമത്തിൽ അള്ളാഹുവിന് ഉബൂദിയത്ത് കാണിക്കാൻ പറ്റൂല, അങ്ങനെ ഒരു അവസ്ഥ വരൂല. അതായത് അള്ളാഹുവിൻ്റെ ഒരു നാമം അതിൽ നമ്മൾ ഉബൂദിയത്ത് കാണിക്കുകയാണ്, അപ്പോൾ അത് കാണിക്കുമ്പോൾ മറ്റൊരു ഉബൂദിയത്തിനെ കാണിക്കാൻ പറ്റൂല എന്നുള്ള അവസ്ഥയില്ല. കമൻ യഹ്ജുബുഹു അത്തഅബ്ബുദു ബിസ്മിഹിൽ ഖദീർ അൻ തഅബ്ബുദു ബിസ്മിഹിൽ ഹലീമുർ റഹീം. കാരണം ചില ആളുകൾ ഒരു നാമം കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ ആ നാമങ്ങളോട് മറ്റൊരു നാമം കൊണ്ട് അവനെ ആരാധിക്കാൻ സാധിക്കാതെ വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവൻ, പരിപൂർണമായ കഴിവുള്ളവൻ എന്നുള്ള നാമം കൊണ്ട് ആരാധിക്കുമ്പോൾ ഈ നാമങ്ങൾ വിട്ടുപോകും. അൽ ഹലീം അർ റഹീം, അവധാനതയുള്ളവൻ, ഒരു കാര്യം അവധാനതയോടുകൂടി ചെയ്യുന്നവൻ, കാരുണ്യം ചൊരിയുന്നത് വിട്ടുപോകും. ഔ തഹ്ജുബുഹു ഉബൂദിയത്തു ഇസ്മിഹി അൽ മുഅ്തി അൻ ഉബൂദിയത്തി ഇസ്മിഹിൽ മാനി. ചിലപ്പോൾ ചില ആളുകളുടെ ഒരു ധാരണ പറഞ്ഞാൽ മുഅ്തി, എല്ലാം നൽകുന്നവൻ, അതിയായി നൽകുന്നവൻ എന്നുള്ള നാമം കൊണ്ട് ഉബൂദിയത്ത് തെളിയിക്കുമ്പോൾ അൽ മാനി, തടയുന്നവൻ എന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ഒന്ന് മാത്രമേ ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ, മറ്റേത് കൊണ്ട് പറ്റൂല, ചിലർ ചെയ്യൂല. ഔ ഉബൂദിയത്തു ഇസ്മിഹിർ റഹീം വൽ അഫ്വു വൽ ഗഫൂർ അൻ ഇസ്മിഹിൽ മുൻതഖിം. ചില ആളുകൾ ഉബൂദിയത്ത് റഹീം, കാരുണ്യം ചൊരിയുന്നവൻ, അഫ്വു വിട്ടുവീഴ്ച കാണിക്കുന്നവൻ, ഗഫൂർ പുറത്തു കളിക്കുന്നവൻ, ഇതുകൊണ്ട് ചെയ്യും.
പക്ഷേ ആ പേരും പറഞ്ഞ് അൽ മുൻതഖിം, കഠിനമായി ശിക്ഷിക്കുന്നവൻ, പിടികൂടുന്നവൻ എന്നുള്ള നാമം കൊണ്ടുള്ള ഉപയോഗത്ത് അവൻ വിട്ടുകളയും. അതായത് അള്ളാഹുവിനെ ചിലപ്പോൾ ചില നാമങ്ങളിലൂടെ മാത്രം മനസ്സിലാക്കി അതിൽ മുന്നേറുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ അത് ഒരു വിഭാഗത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേത് ഇത് മാത്രമേ മനസ്സിലാക്കിയുള്ളൂ, മറ്റേത് മറച്ചു വെക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. അതുപോലെ വേറെ ഉദാഹരണം, ഔ തഅബ്ബുദു ബി അസ്മാഇഹി തവദ്ദുദ് വൽ ബിർ വൽ ലുത്ഫ് വൽ ഇഹ്സാൻ, അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ വദൂദ്, ഇഷ്ടം, സ്നേഹം, പുണ്യം, അനുകമ്പ, നന്മ, ഇങ്ങനെ ചെയ്യുന്നവനാണ് അള്ളാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ ചിലപ്പോൾ അസ്മാഇൽ അദിൽ വൽ ജബറൂത്ത് വൽ കിബ്രിയാഹി വൽ അളമ നഹ്വി ദാലിക്, ചില ആളുകൾ ഇതിലിങ്ങനെ മുഴുകിപ്പോയിട്ട് അള്ളാഹു തആല നീതിയോടുകൂടി മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ, പരിപൂർണമായ അധികാരവും മഹത്വവും ഉന്നതിയും ഔന്നത്യവും എല്ലാം ഉള്ളവനാണ് അള്ളാഹു തആല എന്നുള്ളതിനെ വിട്ടുകളയും. അള്ളാഹ് എന്തുണ്ടായാലും അള്ളാഹ് സ്നേഹിക്കുന്നവനാണ്, അള്ളാഹ് ഇങ്ങനെ ആക്കി തരും, അള്ളാഹ് ഇതാക്കി, ആ നിലക്ക് മാത്രമാവും. അതായത് ഒന്നുകൊണ്ട് മാത്രം ചിലപ്പോൾ ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനെ ഒന്ന് മറ്റൊന്നിനെ മറക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ ഇബാദത്ത് പരിപൂർണമായ ആകണമെങ്കിൽ, അക്മലുന്നാസി ഉബൂദിയത്തിനാവണമെങ്കിൽ എല്ലാ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ ഉബൂദിയത്ത് തെളിയിക്കുന്ന ആളായിത്തീരണം. എന്നിട്ട് പറയാണ്, വഹാദിഹി ത്വരീഖത്തുൽ കുമ്മലി മിനസ്സാഇരീന ഇലല്ലാഹി തആല, ഈ ഒരു അവസ്ഥ എല്ലാ നാമങ്ങൾ കൊണ്ടും അള്ളാഹുവിനെ ഉബൂദിയത്ത് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ, അള്ളാഹുവിലേക്ക് സഞ്ചരിക്കുന്ന ആ ലക്ഷ്യമായി മുന്നേറുന്ന ആളുകളുടെ മാർഗമാണ്. വഹിയ ത്വരീഖത്തുൻ മുഷ്തഖത്തുൻ മിൻ ഖൽബിൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ കൽബിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മാർഗമാണ്, അഥവാ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടുള്ള മാർഗമാണ്. ഖാല അല്ലാഹു തആല സൂറത്തുൽ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് ഏറ്റവും മഹത്തരമായ ഉത്തമമായ നാമങ്ങളുണ്ട്, അതിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ ദുആ ചെയ്യുക. വദ്ദുആഉ, ഇവിടെ പറഞ്ഞിട്ടുള്ള ദുആ ബിഹാ യതനാവലു ദുആ അൽ മസ്അല, അതിലെന്ത് വന്നിട്ടുണ്ട്? ദുആഉൽ മസ്അല ഉണ്ടായിരിക്കണം. അഥവാ എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ട് തേടുമ്പോൾ അള്ളാഹുവിൻ്റെ നാമത്തെ മുൻനിർത്തിക്കൊണ്ട് തേടുകയാണ്. യാ ഗഫൂർ, എൻ്റെ പാപങ്ങൾ പുറത്ത് നൽകണമേ, അല്ലെങ്കിൽ യാ മുഅ്തി, എനിക്ക് ഇന്ന കാര്യം നൽകണമേ, അങ്ങനെ അതിൽ ഉൾക്കൊണ്ടു. വദുആ അസ്സനാ, അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള യാ അദീം, അതുപോലെ തന്നെ യാ കബീർ, ആ നിലക്ക് അള്ളാഹുവിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ദുആയിൽ ഉൾക്കൊണ്ടു. വദുആ അത്തഅബ്ബുദ്, ദുആ ഉൽ ഇബാദയും അതിൽ ഉൾക്കൊണ്ട്, അഥവാ എല്ലാ നിലക്കും ഇബാദത്ത് ചെയ്തുകൊണ്ട് കാണിക്കുന്ന എല്ലാ ഇബാദത്തിലുള്ള ഒരു തേട്ടവും ഈ അസ്മാഉൽ ഹുസ്നയിൽ വന്നിട്ടുണ്ട്. അഥവാ ഇവിടെ യഥാർത്ഥത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ എന്നുള്ളത് അതിൻ്റെ ആശയം ഫഅബ്ദൂഹു ബിഹാ, അതിലൂടെ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക എന്നുള്ളതാണ്. വഹുവ സുബ്ഹാനഹു യദ്ഉ ഇബാദഹു ഇലാ അൻ യഅരിഫൂഹു ബിഅസ്മാഇഹി വസിഫാതിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളെ ക്ഷണിക്കുന്നു, അവൻ്റെ അടിമകളെ ക്ഷണിക്കുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി. വയുസ്നു അലൈഹി ബിഹാ, അതിലൂടെ അള്ളാഹുവിൻ്റെ സനാ പുകഴ്ത്താൻ വേണ്ടി. വയഖുദു ബിഹദ്ദിഹിം മിൻ ഉബൂദിയതിഹാ, അള്ളാഹുവിനുള്ള തെളിയിക്കുന്ന ആരാധന, അഥവാ ഈ നാമവിശേഷണങ്ങൾ കൊണ്ടുള്ള ആരാധന, അതിൽ നിന്നുള്ള ഓഹരി നേടിയെടുക്കാൻ വേണ്ടി അള്ളാഹു ക്ഷണിക്കുന്നു. വഹുവ സുബ്ഹാനഹു യുഹിബ്ബു മൂജിബ അസ്മാഇഹി വസിഫാതിഹി, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങൾ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്താണോ, ആ നാമഗുണവിശേഷണങ്ങൾ കൊണ്ട് നിർബന്ധമാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണോ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഫഹു അലീമുൻ, അള്ളാഹു അലീമാണ്. യുഹിബ്ബു കുല്ല അലീമിൻ, അറിവുള്ള എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്, എന്നാൽ അറിവുള്ള ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജവാദുൻ, അള്ളാഹു ജവാദാണ്. യുഹിബ്ബു കുല്ല ജവാദിൻ, അള്ളാഹു തആല അങ്ങേയറ്റ ഔദാര്യങ്ങൾ ചൊരിയുന്നവനാണ്, അങ്ങനെ ചെയ്യുന്നവരൊക്കെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വിത്റുൻ യുഹിബ്ബുൽ വിത്ർ, അള്ളാഹു ഒറ്റയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു സൗന്ദര്യമുള്ളവനാണ്, സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു എല്ലാ നിലക്കും, സ്വഭാവത്തിലും ജീവിതത്തിലും എല്ലാത്തിലും. അഫുവുൻ, വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. യുഹിബ്ബുൽ അഫു അഹ്ലഹു, അഫു ചെയ്യുന്നവരെയും അതിൻ്റെ ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഹയ്യുൻ യുഹിബ്ബുൽ ഹയാ അഹ്ലഹു, ലജ്ജയുള്ളവനാണ്, ലജ്ജ കാണിക്കുന്നവരെയും ലജ്ജയുള്ള ആളുകളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ബർറുൻ യുഹിബ്ബുൽ അബ്റാർ, പുണ്യം ചെയ്യുന്നവനാണ്, പുണ്യം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഷക്കൂറുൻ യുഹിബ്ബു ഷാക്കിരീൻ, നന്ദി കാണിക്കുന്നവനാണ്, നന്ദി
കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സബൂറുൻ യുഹിബ്ബു സാബിരീൻ, ക്ഷമയുള്ളവനാണ്, ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഹലീമുൻ യുഹിബ്ബു അഹ്ലൽ ഹിൽമി, അവധാനത കാണിക്കുന്നവനാണ്, അവധാനത കാണിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അതായത് അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും സിഫത്തുകളുമെല്ലാം അടിമകൾക്ക് യോജിച്ച രീതിയിൽ അടിമകളിൽ ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള മഹത്തായ നേട്ടമാണ്. ഒരാളുടെ സ്വഭാവവും ജീവിതം കൊണ്ട് മാറും. കാരണം അവൻ ഇതിൻ്റെ ഈ ഓരോ ഇസ്മു കൊണ്ടും ഓരോ സിഫത്ത് കൊണ്ടും അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങും. അതായത് അത് മനുഷ്യർക്ക് യോജിച്ച രീതിയിൽ എന്നിൽ ഉണ്ടാവണം എന്നവൻ ആഗ്രഹിക്കാനും അതിനുവേണ്ടി പണിയെടുക്കാനും തുടങ്ങും. അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാൽ ഫലി മെഹബത്തിഹി സുബ്ഹാനഹു. എന്നിട്ട് തൗബയുമായി ബന്ധപ്പെട്ട് ഈ തൗബയിൽ നിന്നാണത് മനസ്സിലാകുന്നത്, അതിലേക്ക് ചേർത്തി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഫലി മെഹബത്തിഹി സുബ്ഹാനഹു ലിത്തൗബ വൽ മഗ്ഫിറ വൽ അഫ്വി വസ്സഫ്. ഈ തൗബയോടും അതുപോലെ തന്നെ പാപം പൊറുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, ഇതിനോടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അഥവാ അള്ളാഹു തവ്വാബാണ്, ഗഫൂറാണ്, അഫ്വാണ്. അപ്പോൾ ഇത് അടിമകളിൽ ഉണ്ടാകണം. അള്ളാഹു പാപം പൊറുക്കുന്നവനാണ്, അതുപോലെ കാര്യങ്ങളാണ്. അപ്പോൾ അത് പിന്നെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഖലക മൻ യഗ്ഫിറു ലഹു വയതൂബു അലൈഹി വയഅഫു അൻഹു. അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹു പിന്നെ പശ്ചാത്താപം സ്വീകരിക്കുന്ന, വിട്ടുവീഴ്ച നൽകുന്ന ആളുകളെ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ളത്. അഥവാ നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ട് ഒരുവൻ പാപം സംഭവിച്ചു പോകുന്നു, കാരണം അള്ളാഹു ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നു, പൊറുക്കലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പൊറുക്കണമെങ്കിൽ ആ പൊറുക്കൽ തേടുന്ന ആളുകൾ ഉണ്ടാവണം, തൗബ ചെയ്യണമെങ്കിൽ തൗബ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം. അപ്പോൾ അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ അള്ളാഹു സൃഷ്ടിച്ചത്. വഖദ്ദറ അലൈഹി മാ യഖ്തദി വുഖൂ അൽ മക്റൂഹുൽ മബ്ഗൂദ് ലഹു. അള്ളാഹുവിന് അതുകൊണ്ടാണ് അള്ളാഹു തആല ചില അടിമകളുടെ മേലെ അവന് വെറുപ്പുള്ള, അവന് ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിന് വെറുപ്പുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ വിധിക്കുന്നത്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിധിക്കുന്നത്. എന്തിനു വേണ്ടി? ലിയതറത്തബ അലൈഹിൽ മഹ്ബൂബു ലഹുൽ മർദിയു ലഹു. അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. അതായത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വെറുപ്പ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒരു മുഅ്മിനായ അടിമക്ക് ഇഷ്ടമില്ലാത്തൊരു പാപത്തിൽ ചിലപ്പോൾ ആ മുഅ്മിനായ അടിമയുടെ മേലെ അള്ളാഹു വിധിക്കുന്നത്, അതിൽ നിന്ന് എന്തുണ്ടാകും? അള്ളാഹുവിന് അവന് പുറത്തു കൊടുക്കാൻ സാധിക്കും, തൗബ ചെയ്തു കൊടുക്കാൻ സാധിക്കും. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി, അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ചില സമയത്ത് മുഅ്മിനീങ്ങൾക്ക് അത് വിധിക്കുന്നത്. ഫതവസ്സുതുഹു കതവസ്സുതിൽ അസ്ബാബിൽ മക്റൂഹത്തിൽ മുഫ്ദിയ ഇലൽ മഹ്ബൂബ്. ഇത് ഏതുപോലെയാണ്? ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കിട്ടാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ ഇടയിൽ ഉപയോഗിക്കുന്ന പോലെയാണ്. അതിനറിയപ്പെട്ട ഉദാഹരണം നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നമ്മുടെ വേദന മാറാൻ വേണ്ടി കയ്പുള്ളൊരു മരുന്ന് കുടിക്കുന്ന പോലെയാണ്. നമുക്ക് നമ്മുടെ രോഗം മാറുക, ബുദ്ധിമുട്ട്, വേദന നീങ്ങുക എന്നുള്ള നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിന് നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കയ്പുള്ള ഒരു മുറിവുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരം മുറിച്ച് കീറുന്ന ഒരു ഓപ്പറേഷനോ അല്ലെങ്കിൽ മരുന്നോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഇടയിൽ വെക്കണം. എന്തുകൊണ്ടാണ്? അത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം അവിടെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഒരടിമയുടെ മേലെ, മുഅ്മിനിൻ്റെ മേലെ അള്ളാഹു തആല ഈ പാപം വിധിക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, ഇതൊക്കെ ഉണ്ട്. കാരണം എന്താ? അവനിത് സംഭവിച്ചാൽ അവൻ അതിനുശേഷം തൗബ ചെയ്ത് മടങ്ങും, അതിനുശേഷം അള്ളാഹുവിലേക്ക് വരും. അപ്പോൾ അള്ളാഹുവിന് അവന് പുറത്തു കൊടുക്കാനും, അവൻ്റെ തൗബ സ്വീകരിക്കാനും, അവന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടാകാൻ, ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും സംഭവിക്കാൻ അതൊരു കാരണമായി തീരും. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന നിലക്കുള്ള അള്ളാഹുവിൻ്റെ ഈ നാമങ്ങളും വിശേഷണങ്ങളും മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും ഒരാൾക്ക്, ഒരു മുഅ്മിനിന് യഥാർത്ഥ രൂപത്തിൽ അവൻ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ സാധിക്കും. മഹത്തായിട്ടുള്ളൊരു അറിവും ഉൾക്കാഴ്ചയുള്ളവർക്ക് നൽകുന്ന, അള്ളാഹു നൽകുന്ന മഹത്തായ തൗഫീഖാണ് ഈ നാമഗുണവിശേഷണങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗം അടുത്ത ദിവസം വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.